തിരുവനന്തപുരം ആലിമഴ ശിവക്ഷേത്രത്തിലെ ഗുഹാക്ഷേത്ര ശില്പങ്ങൾ കാണാൻ ജനത്തിരക്കേറി. പുരാണ കഥാപാത്രങ്ങൾ ശില്പങ്ങളായി മാറിയ മനോഹര കാഴ്ചയാണ് ആകർഷകമാകുന്നത്. 11 വർഷമെടുത്താണ് പുരാണ കഥാപാത്രങ്ങളെ ഉൾക്കൊള്ളിച്ചുള്ള ശില്പങ്ങൾ തയ്യാറാക്കിയത്. ഭാരതത്തിലെ ഏറ്റവും വലിയ ഗംഗാധരേശ്വര ശില്പത്തിന് താഴെയാണ് ഗുഹാക്ഷേത്രം. ഗുഹാക്ഷേത്രത്തിൽ കയറിയാൽ പിന്നെ കാണുന്നത് അത്യപൂർവ കാഴ്ചകൾ. ശില്പങ്ങളുടെ ചാരുത അതിമനോഹരം. 11 വർഷമെടുത്താണ് പുരാണ കഥാപാത്രങ്ങളെ ഉൾക്കൊള്ളിച്ചുള്ള ശില്പങ്ങൾ തയ്യാറാക്കിയത്. ശിവശയനം, ശിവപാർവതി പരിണയം, ഹനുമാൻ ഭദ്രകാളിയുടെ രൗദ്രരൂപം, ഗണേശൻ എന്നിങ്ങനെ ദൈവിക രൂപത്തിന്റെ വ്യത്യസ്ത ഭാവങ്ങൾ ഇവിടെ കാണാം. ഗുഹാക്ഷേത്രത്തിൽ എത്തുന്ന ഓരോരുത്തർക്കും ഇത് നവ്യാനുഭവമാകും. ടൂറിസ്റ്റായിട്ട് വന്നിട്ട് ശിവൻ്റെ ഭാവങ്ങളും ശിവൻ്റെ അവതാരങ്ങളുടെയൊക്കെ പ്രത്യേകതകളൊക്കെ എന്ന് പറയുമ്പോൾ അതിൽ ഇങ്ങനെ കല്ല് സ്റ്റോണിൽ ഓരോരോ നരമ്പിൻ്റെയും ഓരോരോ കണ്ണിൻ്റെയും ഓരോരോ ഫേസിൻ്റെയൊക്കെ ഭാവങ്ങളോട് കൂടി ചെയ്യുക എന്ന് പറയുന്നത് സാധാരണ കിട്ടില്ല. പക്ഷെ അതിൻ്റെ ഡീറ്റെയിലായിട്ടൊരു വർക്ക് ചെയ്തിട്ടുള്ള ഒരുപാട് സ്റ്റോറിയാണ് ഇതിൻ്റെ താഴെയുള്ളത്. നമ്മൾ ഈ ഫ്രണ്ടിൽ കാണുന്നതായിട്ടുള്ള ഗംഗാദേവിയത്തെ ഇരിക്കുന്നതായിട്ടുള്ള ശിവൻ്റെ ഓരോത്തിൻ്റെ അതിൽ നിന്നും കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വർക്കാണ് അതിൻ്റെ താഴെയിട്ടുള്ളത്. ജീവിതത്തിലൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന, പാടിക്കൊണ്ട് നടക്കുന്നതെല്ലാം എന്താണെന്നുള്ളത് അത് നമുക്ക് താഴെ പോയാൽ അത് മനസ്സിലാവും എന്നുള്ളതാണ്. ഭയങ്കര ത്രില്ലാണ്. 27 പടികൾ ആണ് ക്ഷേത്രത്തിനകത്ത്. ആകെ 33 ശില്പങ്ങൾ. ഓരോ ശില്പത്തിനും ഓരോ കഥ പറയാനുണ്ട്. ആലിമല ക്ഷേത്രത്തിലെ മാറി മാറി വരുന്ന ഭരണസമിതികളുടെ ഏറ്റവും വലിയ ധീരമായ ഒരു പോരാട്ടം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആത്മസമർപ്പണം, അവരുടെ കഠിനാധ്വാനം എന്നൊക്കെ വേണ്ടി പറയാം. 11 വർഷത്തെ എഫർട്ടിൽ നിങ്ങൾ കാണുന്ന കേവ് ടെമ്പിൾ 3 കേവുകളായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. 3 ഗുഹകളായിട്ട് മൊത്തത്തിൽ ഏകദേശം 33 ശില്പങ്ങളാണ് നിങ്ങളെ കാണുന്നത്. മുകളിലായിട്ട് നിങ്ങൾക്ക് കാണാം കടലിനോട് ചേർന്നിരിക്കുന്ന ഗംഗാധരേശ്വര ശില്പം കാണാം. അതിന് തൊട്ട് താഴെയായിട്ട് 3 നിലകളിലായിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. 27 പടികളിലൂടെ നിങ്ങൾ കറങ്ങി ആദ്യം എത്തുന്ന 1ാമത്തെ ഗുഹയിൽ 8 ശില്പങ്ങൾ നിങ്ങളെ വെൽക്കം ചെയ്യുന്നു. അത് കഴിഞ്ഞ് 2ാമത്തെ ഗുഹയിലോട്ട് പോകുമ്പോൾ അവിടെ ഒരു ആത്മലിംഗം കാണാം, വലിയൊരു ശിവലിംഗമാണ്. അത് കഴിഞ്ഞ് അവിടെ ഒരു 3 ശില്പങ്ങളുണ്ട്. അത് കഴിഞ്ഞ് അവസാനത്തെ കേവിലോട്ട് വരുമ്പോൾ 17 ശില്പങ്ങളും കുഞ്ഞു ശില്പങ്ങളുമായിട്ട് ഏകദേശം മൊത്തത്തിൽ 33 ശില്പങ്ങളാണ് നിങ്ങളെ ഈ കേവ് ടെമ്പിൾ കാണപ്പെടുന്നത്. ഗുഹാക്ഷേത്രത്തിനുള്ളിൽ സന്ദർശിക്കുന്നവർക്ക് വിവരണം നൽകാൻ 6 ഗൈഡുമാരുണ്ട്. 2014 നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. 2025 ഓഗസ്റ്റിൽ തുറന്നുകൊടുത്തു. ഗംഗാധരേശ്വര ശില്പം നിർമ്മിച്ച ഡോക്ടർ PS ദേവദത്തൻ തന്നെയാണ് ശില്പി. ശില്പങ്ങളുടെ അത്ഭുത കാഴ്ചകളാണ് ആഴിമല ക്ഷേത്രത്തിലെ ഗുഹാക്ഷേത്രത്തിനുള്ളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഓരോരുത്തരും നിർബന്ധമായും കാണേണ്ട കാഴ്ചകൾ തന്നെയാണ് ഇത്. ആഴിമല ക്ഷേത്രത്തിൽ നിന്നും ക്യാമറമാൻ വിജു M സായിക്കൊപ്പം ശിവദാസ് കൽമനം, ജനം.